ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ജ്യോതി പ്രശാന്ത്, കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കീഹോൾ സർജറി എക്സ്പെർട്ട് ആൻഡ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജൻ. നമ്മളോട് പലരും വന്ന് ചോദിക്കാറുണ്ട്, ഒരു ഷോൾഡർ കീഹോൾ സർജറി കഴിഞ്ഞാൽ നമുക്ക് ഹൈ ഇന്റൻസിറ്റി ആക്ടിവിറ്റീസ്, എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് പറ്റുമോ ഡോക്ടർ എന്നുള്ളത് നമ്മളോട് വന്ന് ചോദിക്കാറുണ്ട്. അപ്പോ ഇത് ചെയ്ത് കഴിഞ്ഞ ഒരു രോഗിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കിപ്പോ കേൾക്കാം. ചേട്ടൻ എത്ര നാളായി ഈ കൈയുടെ പ്രശ്നം തുടങ്ങിയിട്ട്? ഞാനൊരു 2 വർഷം മുന്നേ ബാത്റൂമിൽ വീണായിരുന്നു. വീണ സമയത്ത് എനിക്ക് കൈ തീരെ അനക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. പിന്നെ അവിടെ ലോക്കലായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചു. പിന്നെ ഞാൻ ഒരു മാസത്തോളം ആയുർവേദ ട്രീറ്റ്മെന്റിന് എടുത്തു. പക്ഷെ എനിക്ക് തീരെ വേദന ഒട്ടും സുഖമായില്ല. ഇവിടെ വന്ന് പിന്നെ സർജറി വേണമെന്നുണ്ട് സാറ് വന്നപ്പോ തന്നെ. അപ്പൊ തന്നെ ചെയ്തു. ഇപ്പം അന്നത്തെ അതേ പഴയ സ്ഥിതിയിൽ തന്നെ എല്ലാ പണിയും ചെയ്യുമോ? എല്ലാം ഇങ്ങനെ ഹാർഡ് വർക്ക് ഒരു ബുദ്ധിമുട്ട്. എന്തൊക്കെ ചെയ്യും നിങ്ങൾ പണികൾ? ഞാൻ ടീച്ചറായിരുന്നു, റിട്ടയർ ചെയ്തു. ഇപ്പൊ കൃഷി കാര്യങ്ങൾ കൈയൊക്കെ ഫുള്ള് പൊക്കി പണ്ട് അത്രയൊന്നും പൊക്കാൻ പറ്റൂല, ഇത്രയല്ലേ വേദനയായിട്ട് അല്ലെ? കൈ ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ തിരിക്കുക, ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ആക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഇപ്പൊ ഒരു സർജറി ചെയ്തപ്പോ ഒരു പ്രശ്നവും ഇല്ല അല്ലെ?